ആയുർവേദ സാഫല്യം തേടിയുള്ള യാത്രയിൽ ഞാൻ എത്തിച്ചേർന്നത് അഗസ്ത്യ മലനിരകളുടെയും പൊന്മുടി കുന്നുകളുടെയും അടിവാരത്തുള്ള മലേടി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ വിനോബാ ഭവന്റെ സമീപത്തായി മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന അമൃത ആയുർവേദ നാച്ചുറോപ്പതിക് ആൻഡ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്റെ പുണ്യമായി കരുതുന്നു. പ്രകൃതി രമണീയമായ ദൈവികത്തുളുമ്പുന്ന ഈ സ്ഥാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജം എന്നിലും പകർന്നുകിട്ടി. ഇന്ത്യയുടെ പാരമ്പര്യ ചികിത്സാരീതിയായ ആയുർവേദം വേദകാലഘട്ടം മുതൽ നിലനിന്നു വരുന്നു. അഥർവവേദത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി വിവരിക്കുന്നു. ചരക, സുശ്രുത, അഗസ്ത്യ എന്നീ മുനിവര്യന്മാരുടെ സംഭാവന ആയുർവേദത്തെ സമ്പന്നമാക്കി. അഗസ്ത്യമുനി കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന അഗസ്ത്യാരുകൂടം താഴ്വരയിലാണ് അമൃത ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നു എന്നതു ഒരു നിമിത്തം മാത്രമാണ്. ആശുപത്രി പരിസരത്തു കയറിച്ചെല്ലുമ്പോൾ പൂവർ എയർ ബ്രീത്ത് മാക്സിമം എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിനെ തികച്ചും അന്വർത്ഥം ആക്കുന്ന തരത്തിൽ പൂർണ്ണമായും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടും 3 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ആശുപത്രി പരിസരം ചെറിയ നീർച്ചാലുകളും കുളങ്ങളും മനോഹരമായ ശില്പങ്ങളും ഇരിപ്പിടങ്ങളും കൊണ്ട് ഏതൊരാളുടെയും ഹൃദയം കീഴടക്കും. ഇവിടെ എടുത്ത് പറയേണ്ടത് ഒരു മരം പോലും നശിപ്പിക്കാതെ അതിന്റെ സ്വാഭാവികതയോടെ നിലനിർത്തി ഒരു ആശ്രമ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെ റിസപ്ഷനിൽ ആശുപത്രിയെയും ചികിത്സാരീതികളെക്കുറിച്ചുമുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരുവാനും നിങ്ങളെ ഏതു രീതിയിലും സഹായിക്കുവാനുമായി ഇവിടുത്തെ സ്റ്റാഫുകൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കേന്ദ്ര ഗവൺമെന്റിന്റെ NABH അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണിത്. മനോഹരമായി അലങ്കരിച്ച കൃഷ്ണവിഗ്രഹവും തൊട്ടു അടുത്തായി പൂജാറൂമും അതിൽ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഇരിപ്പിടവും അതിനു മുന്നിൽ കത്തിച്ചുവെച്ച നിലവിളക്കും കാണാൻ സാധിക്കും. ഇനി ഈ ആശുപത്രിയിൽ ലഭ്യമായ ചികിത്സാരീതികളെക്കുറിച്ച് സീനിയർ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം. മാതാ അമൃതാനന്ദമയി മഠം നേരിട്ട് നടത്തുന്ന ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ് അമൃത ആയുർവേദ ആൻഡ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ. അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്നറിയപ്പെടുന്നത് ആമസോണാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സായ നമ്മുടെ പശ്ചിമഘട്ടമാണ്. ആ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ചേർന്ന് പൊന്മുടിയുടെയും അഗസ്ത്യവനത്തിൻ്റെയും മടിത്തട്ടിൽ വളരെ പ്രകൃതിരമണീയമായ ഒരു ആംബിയൻസിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അമൃതാനന്ദമയി ദേവിയുടെ മനസ്സിൽ ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഇവിടെ രൂപം കൊള്ളുന്ന ഒരു ചിത്രം തെളിയുമ്പോൾ എന്താണോ അമ്മ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഇന്നിവിടെ നമുക്ക് മറ്റു രോഗികൾക്ക് നൽകാൻ കഴിയുന്നത്. ശുദ്ധമായ ആയുർവേദം അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി എത്തിക്കുക എന്നതുപരി ആയുർവേദ ശാസ്ത്രത്തിൻ്റെ മഹനീയത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നല്ല മരുന്നുകൾ, നല്ല ചികിത്സയിലൂടെ അത് ഇവിടെ നമ്മുടെ സാധാരണക്കാർക്ക് മാത്രമല്ല, ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉള്ളവർക്ക്, എല്ലാ വിദേശികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കുമൊക്കെ നല്ല റിസൾട്ടുകൾ കിട്ടത്തക്ക രീതിയിൽ ചികിത്സ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചികിത്സാ രീതിയെപ്പറ്റി പറയുമ്പോൾ ആയുർവേദത്തിൽ ഇന്ന് അനുശാസിക്കുന്ന ശോധന ശമന ചികിത്സയിൽ വരുന്ന പഞ്ചകർമ്മ ചികിത്സകളും അതുപോലെ ശമന ചികിത്സയിൽ വരുന്ന മറ്റ് മരുന്ന് ചികിത്സകളും ഒരു രോഗിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം കൊടുത്തുകൊണ്ട് അവർക്ക് രോഗത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. അതുപോലെ ഇതൊരു NABH ഹോസ്പിറ്റലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള വളരെ കുറച്ച് ആയുർവേദ ആശുപത്രികളിൽ ഒന്നായി നമ്മുടെ ആശുപത്രി മാറിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അതിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആയുർവേദത്തെ ഒപ്പം പ്രകൃതി ചികിത്സയെയും ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കുന്നതിനും അതിൻ്റെ അവബോധം സൃഷ്ടിക്കുന്നതിനും അമൃതാനന്ദമയി ദേവിയുടെ കാരുണ്യം കൊണ്ട് അനുഗ്രഹത്താൽ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്.
നമസ്കാരം. രോഗികൾക്ക് താമസിക്കാൻ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള മുറികളും കൂടാതെ രോഗിയോട് ഒപ്പം വരുന്നവർക്ക് ആവശ്യമെങ്കിൽ താമസിക്കാനായി പ്രത്യേകം മുറികളും ലഭ്യമാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ചികിത്സാരീതി ലഭ്യമാണ്. കൂടാതെ 24 മണിക്കൂറും ജീവനക്കാരുടെ സേവനവും ലഭ്യമാണ്. പഞ്ചകർമ്മ ചികിത്സയും അതിന്റെ അനുബന്ധ ചികിത്സയായ പിഴിച്ചിൽ, ഇലക്കിഴി, ശിരോധാര, തിരുമ്മൽ, ധൂമപാനം, ഞവരകിഴി, ഫ്ലേവർ തെറാപ്പി മുതലായ ആയുർവേദത്തിലെ സകല ചികിത്സാരീതികളും ലഭ്യമാണ്. ഹോസ്പിറ്റലിന്റെ നടുമുറ്റത്ത് ശ്രീകൃഷ്ണന്റെ ബാലലീലകളും വിഗ്രഹങ്ങളും ചുവർച്ചിത്രങ്ങളാലും അലങ്കരിച്ച് ഒരു വൃന്ദാവനം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വനത്തിൻ്റെ പോലെ, ഒരു ഫോറസ്റ്റ് ആംബിയൻസ്, ദൈവത്തിൻ്റെ ഒരു കാരുണ്യം പോലെ, അമ്മയുടെ ഒരു സ്നേഹം പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തളിർക്കുന്ന ഓരോ ഇലയ്ക്കും ഓരോ ഔഷധ ചെടികൾക്കും അതിൻ്റേതായ ആ കഴിവും അതിൻ്റേതായ പവറും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പല രോഗികളും പലപ്പോഴും അവരുടെ രോഗം മാറുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അതാ ശരീരത്തിലേക്ക് മനസ്സ് വഴി കിട്ടുന്ന ഒരു കുളിർമ, അതുവഴി ആ ഔഷധത്തോടൊപ്പം തന്നെ അവരുടെ രോഗം മാറാൻ വളരെയധികം സഹായിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. പ്രകൃതി ചികിത്സയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും നമ്മളിവിടെയാണ് ചെയ്യുന്നത്. അത് പ്രകൃതി ചികിത്സ എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പൃഥ്വി, തേജോ, വായു, ആകാശങ്ങൾ. നമ്മുടെ ശരീരം അത് തന്നെയാണ്. ഇവിടെ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്, എല്ലാ ജീവികളും ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ മണ്ണ്, മഡ് തെറാപ്പി, അതുപോലെ വാട്ടർ തെറാപ്പി, അതുപോലെ പിന്നെ വരുന്ന സൺ, അതായത് അഗ്നി എന്ന് പറഞ്ഞ തേജസ്, അതിൻ്റെ പരമരൂപമായ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി വെച്ചുകൊണ്ടുള്ള സൺബാത്ത്. അങ്ങനെ ഇതിനെല്ലാം നമ്മൾ പ്രകൃതി ചികിത്സയിൽ പ്രപഞ്ചത്തിൻ്റെ ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു. അതിനുള്ള എല്ലാ ആധുനികമായ സംവിധാനങ്ങളും നമ്മളിവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത്, നമുക്ക് സാധാരണ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾ, അവർ രോഗിയോടൊപ്പം അല്ലാതെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള കെട്ടിടമാണ്. ഫിസിയോതെറാപ്പിയുടെ ഭാഗമായുള്ള നടപ്പാത, നഗ്നപാതരായി നടക്കാനുള്ള ഇടങ്ങളും, യോഗ ധ്യാനകേന്ദ്രം, രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന ക്യാൻറ്റീൻ. പുതിയ പദ്ധതിയായ ആയുർവേദം വീട്ടുപടിക്കലിൽ എത്തിക്കുന്നതിന് ആധുനിക സൗകര്യം ഉള്ള ആംബുലൻസ് സർവീസ് തുടങ്ങിയ കാഴ്ചകളിലേക്ക് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ആയുർവേദം ഒരു മനുഷ്യശരീരത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാനും ഇവിടുത്തെ ചികിത്സാരീതികൾ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഊർജം മറ്റേതൊരു ആശുപത്രിയേക്കാളും വേറിട്ടു നിൽക്കുന്നു. ഈ ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചികിത്സ ആവശ്യമാണ് എന്ന് കണ്ടാൽ ഉറപ്പായും സന്ദർശിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക. നന്ദി.